അല്ല, ശിവൻകുട്ടി ഇപ്പോൾ നേമത്ത് ഞങ്ങളുടെ മുദ്രാവാക്യം എന്താ അറിയോ? സംഘിയും വേണ്ട, സംഘി കുട്ടിയും വേണ്ട. മുരളിയേട്ടൻ ഇപ്പോൾ എല്ലാ മണ്ഡലങ്ങളും ഇപ്പോൾ കായംകുളത്ത്, തിരുവനന്തപുരത്ത്, തിരുവമ്പാടി സകലമാന സ്ഥലത്ത് മുരളിയേട്ടൻ്റെ പേരാണല്ലോ പറയണത്. ഞാൻ മത്സരിക്കാനുള്ള മൂഡ് തന്നെ എനിക്കില്ല. പിന്നെ പാർട്ടി തീരുമാനിക്കട്ടെ എന്താ വേണ്ടത്. അതെന്താണ് കാരണം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നൊരു ശരിയല്ല, അതുകൊണ്ടൊന്ന് മാറി നിൽക്കാത്തവണമെന്ന് വിചാരിച്ചതാണ്. ഏതായാലും അത് പാർട്ടി തീരുമാനിച്ചോട്ടെ. അല്ല, അതെങ്ങനെയാണ് ശരിയാവും? മുരളിയേട്ടനെ പോലെ ഒരാൾ മാറി നിന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയല്ല മുരളിയേട്ടൻ. അല്ല, ഇപ്പോൾ തിരുവനന്തപുരം ഒക്കെ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലം, അപ്പോൾ അവിടെയൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാമല്ലോ പാർട്ടിക്ക് വേണ്ടി. അത് പോസ്റ്റർ എല്ലായിടത്തും ഉണ്ട്. ആകെ ഒരിക്കൽ മാത്രം കോൺഗ്രസ് ജയിച്ച ചടയമംഗലത്തും എഴുതിയിട്ടുണ്ട്. പയ്യന്നൂരും മറ്റേ കല്യാശ്ശേരിയും മാത്രം ഇല്ല, ബാക്കി എല്ലായിടത്തും ഉണ്ട്. അത് സ്നേഹമാണോ നിഗ്രഹമാണോ എന്ന് അറിഞ്ഞുകൂടാ. അല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വെച്ച് വിലയിരുത്തുമ്പോൾ നിഗ്രഹത്തിനുള്ള ശ്രമമാണോ? അല്ല, എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാനിതൊന്നും അറിയുന്നില്ല, എനിക്കിതോട്ട് പങ്കുമില്ല. ഇല്ല. ഇതാണ് ഈ നിയമം ബേസ് ചെയ്തിട്ട് ശിവൻകുട്ടി പറയുന്നത് പല വെല്ലുവിളികളും നടത്തുന്നുണ്ട്. എന്തായാലും വസ്തുത? അല്ല, ശിവൻകുട്ടി ഇപ്പോൾ നേമത്ത് ഞങ്ങളുടെ മുദ്രാവാക്യം എന്താ അറിയോ? സംഘിയും വേണ്ട, സംഘി കുട്ടിയും വേണ്ട, UDF മതി. അതാണ് നേമത്തെ ഞങ്ങളുടെ മുദ്രാവാക്യം. അപ്പോൾ UDFന് നല്ല ഒരു പുതിയ സ്ഥാനാർത്ഥി വരും, ചെറുപ്പക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥി വരും. ശിവൻകുട്ടീനെയും രാജീവ് ചന്ദ്രശേഖരനെയും തോൽപ്പിക്കും. ഈ പ്രതിപക്ഷം അല്ല, അദ്ദേഹം പറഞ്ഞതിൽ വാസ്തവമുണ്ട്. UDFും CPM BJP സംയുക്ത സഖ്യവും തമ്മിലുള്ള മത്സരമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ ആ പോയിൻ്റ് കറക്റ്റാണ്. അദ്ദേഹം BJP എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഞങ്ങൾ അതിൻ്റെ കൂടെ നിന്ന് പൂരിപ്പിക്കുന്നത് BJPയോടൊപ്പം CPM, ആ സഖ്യവും UDFുമായിട്ടുള്ള മത്സരം. അതാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. BJP മറ്റേ CJP മറ്റേ കോൺഗ്രസ് CJP സഖ്യം. അതെ, കോൺഗ്രസും CJP ആയിട്ടുള്ള മത്സരം. കമ്മ്യൂണിസ്റ്റ് BJP സഖ്യവും ഞങ്ങളും തമ്മിലുള്ള മത്സരം. അത് ഞാനും മത്സരിക്കാനേ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പിന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? ഈ പ്രതിപക്ഷ നേതാവിനെ നിയമത്തേക്ക് ക്ഷണിക്കുന്നതിന് പിന്നിലുള്ള തിയറി എന്താ? അത് നേമത്ത് എന്താ പറയേണ്ടത്, BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുക കഴിഞ്ഞ തവണത്തെ പോലെ. അതാണ് കക്ഷി ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത്തവണ കഴിഞ്ഞ തവണ ശിവൻകുട്ടിക്ക് കിട്ടിയ ന്യൂനപക്ഷ വോട്ട് ഇത്തവണ ലഭിക്കില്ല. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിനെ സംഘി കുട്ടി എന്ന് വിളിച്ചത് ആദ്യം ഞങ്ങളല്ല, AISF ആണ് ആദ്യം വിളിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായി. PM ശ്രീയിൽ ഒപ്പുവെച്ചു. 2, രാജീവ് ചന്ദ്രശേഖരൻ പോലും പറയാത്ത പോലെ, അദ്ദേഹം പോലും പറയാത്തൊരു കാര്യം പറഞ്ഞു. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്ത് ശബരിമലയിൽ മോഷണം പോയ സ്വർണം വീണ്ടെടുക്കണം എന്ന് പറഞ്ഞ ഒരേ ഒരു നോൺ BJP നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ശിവൻകുട്ടിയാണ്. BJP പോലും അത്ര കടത്തി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പക്ക RSSൻ്റെ ഏജൻ്റായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ന്യൂനപക്ഷങ്ങൾ ഇത്തവണ നേമത്ത് കഴിഞ്ഞ തവണ ന്യൂനപക്ഷ വോട്ട് കൊണ്ടാണ് ശിവൻകുട്ടി ജയിച്ചതെങ്കിൽ ഇത്തവണ ഭൂരിപക്ഷത്തിൻ്റെയും കിട്ടില്ല, ന്യൂനപക്ഷത്തിൻ്റെയും കിട്ടില്ല, UDF ജയിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സംഘിയും വേണ്ട, സംഘി കുട്ടിയും വേണ്ട. അത് കഴിയുന്നത്ര ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കണം എന്നുള്ളത് കൊണ്ടാണ്. കാരണം മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ഉപതെരഞ്ഞെടുപ്പുകൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ വേണ്ട എന്നൊരു ഏകദേശമായ ഒരു ഒപ്പീനിയൻ വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഫൈനലൈസ് ചെയ്യുന്ന ഹൈക്കമാൻഡാണ്. പക്ഷേ പല ആളുകൾക്കും ഭയങ്കര മോഹമുണ്ടല്ലോ ഇപ്പോൾ തിരിച്ചു വന്ന് ഇവിടെ. നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഞാൻ പറയാം, ഇപ്പോൾ ഞങ്ങൾക്കൊരു ജോലിയുള്ളത് ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്നാണ്. നിങ്ങൾ ചാനലുകാർക്ക് 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്ന ജോലിയുണ്ട്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ 3 ഇരട്ടി ജോലി നിങ്ങൾക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഓരോരോ വാർത്തകൾ വരുന്നത്. ഈ MP-മാർ ഇപ്പോൾ ഈ സുധാകരനൊക്കെ തിരിച്ചു വരാൻ വലിയ മോഹം ഉണ്ടെന്നുണ്ടല്ലോ. അതായത് പറഞ്ഞത്, നിങ്ങൾ തന്നെയാണ് മോഹം ഉണ്ടാക്കുന്നത്, മോഹഭംഗം ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അല്ലാതെ സുധാകരനോ കോൺഗ്രസ് പാർട്ടിയോ ഒന്നും ആ രീതിയിലൊന്നും ചിന്തിച്ചിട്ടില്ല. ഏതാ മുരളിയേട്ടൻ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയപ്പോഴേ വലിയ ദുഃഖത്തോടെ നമ്മളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് വരുമെന്ന് ഞങ്ങൾ അന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് സാധ്യമാവില്ലേ? ഞാൻ പറഞ്ഞ അത് എൻ്റെ അഭിപ്രായം ഞാൻ പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി പാർട്ടി തീരുമാനിച്ചോട്ടെ. ശരി. അല്ല, സംസ്ഥാന ബഡ്ജറ്റിൻ്റെ അതിൻ്റെ കണ്ടൻസിലേക്ക് കിടക്കേണ്ട കാര്യമില്ല. സാധാരണ രീതിയിൽ കാലാവധി കഴിയാൻ പോകുന്നൊരു സർക്കാർ
ഓട്ടൺ അക്കൗണ്ടാണ് അവതരിപ്പിക്കാറ്. അങ്ങനെയാണ് ഡൽഹിയിലുണ്ടായത്. കഴിഞ്ഞ മോഡി സർക്കാരിൻ്റെ കാലത്തും ജനുവരി മാസത്തിലെ ബഡ്ജറ്റ് ഓട്ടൺ അക്കൗണ്ടായിരുന്നു. ഇതിപ്പോൾ ഇന്ന് 31 ജനുവരി കഴിഞ്ഞു. 30 ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കും. പിന്നെ ഈ പ്രഖ്യാപനം എവിടെ നടപ്പാക്കാൻ കഴിയും? അപ്പം അതുകൊണ്ട് തന്നെ ആ ബഡ്ജറ്റിൻ്റെ കണ്ടൻസിലേക്ക് കിടക്കേണ്ട കാര്യമില്ല. ഇത് നടപ്പാക്കാത്ത ബഡ്ജറ്റാണ്. അത് അവതരിപ്പിച്ച ബാലഗോപാലിനും അറിയാം, അത് കേട്ട ജനങ്ങൾക്കും അറിയാം. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. യുവാക്കൾക്ക് കാര്യമായി പ്രാതിനിധ്യം തവണ ഉണ്ടാവും. യുവാക്കൾക്കും ഉണ്ടാവും, സീനിയേഴ്സിനും, രണ്ടും കൂടെയുള്ളൊരു സംയുക്തമായിട്ടുള്ള ലിസ്റ്റായിരിക്കും. MM ഹസനൊക്കെ മത്സരിക്കുന്ന താല്പര്യം പ്രകടിപ്പിക്കണ്ടല്ലോ. അതിനെന്താ കുഴപ്പം? അദ്ദേഹം മുൻ KPC പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിനെന്താ കുഴപ്പം? അദ്ദേഹം ആർക്കും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ പുതിയ ആളുകളൊക്കെ വരണ്ട. അല്ല, പുതിയ ആൾക്കാരും വരുമല്ലോ. പുതിയ ആളുകളും പഴയ ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ MM ഹസൻ മത്സരിക്കണല്ലേ? അത് അദ്ദേഹം അങ്ങനെ ഒരു താല്പര്യവും പ്രകടിപ്പിച്ചില്ല. ഉണ്ടെങ്കിൽ തന്നെ എന്താ, അദ്ദേഹം സീനിയർ നേതാവാണ്, അദ്ദേഹം മത്സരിച്ചാൽ എന്താ കുഴപ്പം? പഴയ ആളുകളൊക്കെ വരാം. നല്ല ആരോഗ്യവും ചുറുചുറുക്കും ഒക്കെ ഉണ്ട്, ഒരു കുഴപ്പവും അദ്ദേഹത്തിനില്ല. എനിക്ക് തോന്നുന്നത് കുറേ കൂടെ നല്ലത് ശ്രീധരൻ്റെ പ്രപ്പോസലായിരിക്കും കുറേ കൂടെ നല്ലതെന്നാണ് എനിക്ക് മൊത്തത്തിൽ തോന്നുന്നത്. കാരണം സംസ്ഥാനത്തിന് ചിലവ് കുറവാണ്. സംസ്ഥാനം സ്ഥലം അക്വയർ ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ നിർമ്മാണ ചുമതലകൾ കേന്ദ്രം വഹിക്കും. അതുകൊണ്ട് അതായിരിക്കും കുറച്ചുകൂടെ നല്ല ഏതായാലും അതിൻ്റെ DPR കണ്ടതിന് ശേഷം ഞങ്ങളിപ്പോൾ അതിവേഗ റെയിൽ വരണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. സിൽവർ ലൈൻ ഒരു തട്ടിക്കൂട്ട് ഏർപ്പാടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് വേണ്ടാതെ. നേരെ മറിച്ച് ഒരു നല്ലൊരു പ്രോജക്റ്റ് ആണെങ്കിൽ ആര് കൊണ്ടുവന്നാലും ഞങ്ങൾ അംഗീകരിക്കും. കാരണം വികസനമാണ് വേണ്ടത്. അത് കേന്ദ്രം അനുകൂലമാണെങ്കിൽ മുന്നോട്ട് വന്നതിന് ഒരു പ്രയാസവും. കാരണം അത് ഈ അദ്ദേഹം പാർട്ടി BJP ആയി എന്നുള്ള കുഴപ്പം മാത്രമല്ലേ ഉള്ളൂ. ഈ രംഗത്തൊക്കെ വിദഗ്ധനല്ലേ. അദ്ദേഹമല്ലേ കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണം കോൺഗ്രസിൻ്റെ കാലത്തല്ലേ നടത്തിയേ. അപ്പോൾ അതിൽ കുഴപ്പം